ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് നമ്മുടെ വീടിൻ്റെ ഈ മതിലിൻ്റെ ഓരത്ത് ഞാൻ നട്ടയ്ക്കുന്ന ഒരു ചെറിയൊരു ചെടിയുടെ ഒരു വിഷ്വൽസാണ്. അപ്പോൾ ആ സംഭവം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ചെടി. ഇതിൻ്റെ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഈ റബ്ബർ കാടുകളുടെ ഇടയ്ക്കും അതുപോലെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ തോടിൻ്റെ ഓരത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇത് ഏകദേശം മണി പ്ലാന്റ് പോലെ തന്നെ അതിൻ്റെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണെന്നാണ് തോന്നുന്നത്. അതിങ്ങനെ അതിൻ്റെ വേരുകൾ ഇത് കണ്ടോ, ഈ കുഞ്ഞ് വേരുകൾ ഇങ്ങനെ ചുവരിലും എവിടെയൊക്കെ പിടിച്ചിങ്ങനെ ഇറുകി പിടിച്ചിരുന്ന് വളർന്ന് പോകുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പടർത്തിയല്ലാതെ തന്നെ നമുക്ക് ബുഷിയായിട്ട് ചെടിച്ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റും. ഞാൻ അങ്ങനെയും വെച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ചെടി കിട്ടിയതിൻ്റെ കമ്പുകൾ എന്ന് വെച്ചാൽ ഇത് ഈ കാണുന്ന ഇതിൻ്റെ തണ്ടിനെ ഞാൻ കട്ട് ചെയ്ത് വെറും ഈ ഒരു സ്ഥലമുള്ള ഒരു വിരലിൻ്റെ കനമുള്ള ഓരോ കമ്പ് ഇവിടെ ഇങ്ങനെ നിരത്തി ഊന്നി കൊടുത്തതാണ്. ഇതിപ്പോൾ ഇത്രയും നല്ല സ്പ്രെഡായി ഇവിടെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ചെടിയെ അതിനെയും മുകളിലേക്ക് തൂങ്കട്ടിയിലേക്ക് പടർത്തി വളർത്തി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇതിങ്ങനെ പടർത്തി വളർത്തണം. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കാണിച്ച് ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതാ കണ്ടില്ലേ, നമ്മുടെ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്നു വയ്ക്കുന്ന അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞ് സ്പേസിലാണ് ഞാൻ ഈ ചെടി വെച്ചിട്ടുള്ളത്. ഞാനിതിൻ്റെ വൈഡ് ആംഗിൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഗേറ്റ് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ ഈ വലിയ ഗേറ്റാണ്, 10 അടിയോളമുള്ള ഗേറ്റുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ പൂർണ്ണമായി ഈ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് വയ്ക്കുമ്പോൾ ഈ ചെടികളെ കവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് ഒരു 6 ഇഞ്ച് സ്പേസാണ് ഇവിടെ മിച്ചമുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു 6 ഇഞ്ച് സ്പേസ് കഷ്ടിയുണ്ട്. അപ്പോൾ ഈ 6 ഇഞ്ച് സ്പേസിലാണ് ഈ ചെടികൾ മുഴുവൻ നിൽക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഈ കോൺക്രീറ്റ് ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡിങ്ങിൻ്റെ വെച്ചിട്ട് അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഇഞ്ച് സ്പേസും ഇല്ല. അവിടെ മണ്ണ് എനിക്ക് തോന്നുന്നു ഒരു 3 അല്ലെങ്കിൽ കഷ്ടി ഒരു 4 ഇഞ്ച് അത്രയും മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 4 ഇഞ്ച് മണ്ണിൽ നമുക്ക് ഈ ഒരു ചെടിയല്ലാതെ ഇതുപോലുള്ള സസ്യങ്ങളല്ലാതെ നമുക്കത് ഈ കാണുന്ന ഈ നന്ദ്യാർ വട്ടം പോലുള്ള ഇച്ചിരി ബുഷിയായിട്ട് വളരുന്ന ഇതുപോലുള്ള ചെടികളൊന്നും വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഈ തുറക്കുന്ന ഈ ഗേറ്റ് കയറി തട്ടി ഇതിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് നാശമായി പോകും. അതുപോലെ ഈ കുഞ്ഞ് 4 ഇഞ്ച് മണ്ണിൽ ഇതിനൊന്നും വളരാനുള്ള ഒരു മണ്ണ് അതിൻ്റെ ഉള്ളിൽ കാണുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ മാത്രം വസ്തുക്കളുള്ള ആളുകൾക്ക് അവരെപ്പോഴും പറയുന്നൊരു പരാതിയാണ്, നമുക്ക് ഈ ചെടി വയ്ക്കാൻ സ്ഥലമില്ല എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടി വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതല്ല, നമ്മളത് കണ്ടെത്താത്തതാണ് പ്രശ്നം. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഇനി 1 സെൻറ്റ് മാത്രമുള്ള ആളിനായിരുന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെടികളൊക്കെ വയ്ക്കാനുള്ള സ്പേസുകളൊക്കെ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് അവർക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് അവരുടെ പ്രധാന പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ശരിക്കും സ്ഥലമില്ലാത്തത് അല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചെടികൾ വയ്ക്കുക, നട്ടു വളർത്തുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത്തരം ഇഷ്ടങ്ങളുള്ള ആളുകൾ അവർ എത്ര കുഞ്ഞ് സ്ഥലമാണെങ്കിൽ പോലും അവരതിന് വേണ്ടിയിട്ട് അവർക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വെറും ഒരു 6 ഇഞ്ച് സ്പേസേ ഉള്ളെങ്കിലും നമുക്ക് ആ ഇടവും അതിൻ്റെ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും